മറ്റൊരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന് കാതോർത്തിരിക്കുകയാണ് രാജ്യം. മഹാരാഷ്ട്രയിൽ കൊണ്ടും കൊടുത്തും നിൽക്കുന്ന പാർട്ടികളുടെ ലയന വാർത്തയാണ് പുറത്തുവരുന്നത്. ഇത് കോൺഗ്രസിനെ തളർത്തുകയും BJPയെ വളർത്തുകയും ചെയ്യുന്നുണ്ട്. വഴിപിരിഞ്ഞു നിൽക്കുന്ന NCP ശരത് പവാറിന്റെ പാർട്ടിയും ഏക്നാഥ് ഷിൻഡെയുടെ പാർട്ടിയുമാണ് കൈകോർക്കുന്നത്. ഇത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും വന്നില്ലെങ്കിലും വലിയ അടിയൊഴുക്കുകൾ നടക്കുന്നുണ്ടെന്ന് ഉറപ്പാണ്. NCP ശരത് പവാർ അധ്യക്ഷൻ ശരത് പവാർ ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ ഓഫീസിൽ വെച്ച് സ്വന്തം പാർട്ടി MLA-മാരുമായി കൂടിക്കാഴ്ച നടത്തിയതാണ് ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നത്. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നുവെന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കെയാണ് ഈ യോഗം എന്നതാണ് ശ്രദ്ധേയം. ബുധനാഴ്ച വിധാൻ ഭവനിൽ നടന്ന ഈ അപ്രതീക്ഷിത നീക്കം ഭരണ പ്രതിപക്ഷ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായെങ്കിലും ഇത് തികച്ചും യാദൃശ്ചികം മാത്രമാണെന്നും ഇതിന് രാഷ്ട്രീയ പ്രാധാന്യമില്ലെന്നുമാണ് നേതാക്കൾ പറയുന്നത്. എന്നാൽ എന്തടിയൊഴുക്കുകളും സംഭവിക്കാൻ സാധ്യതയുള്ള മഹാരാഷ്ട്രയിൽ ഇതൊക്കെ സർവ്വസാധാരണമാണ്. അതേസമയം ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് ചില വിശദീകരണങ്ങൾ നേതാക്കളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. പ്രതിപക്ഷ MLA-മാർ ഇരിക്കുന്ന മുറിയിലേക്ക് ഏറെ ദൂരം നടന്നെത്താനുള്ള ശരത് പവാറിന്റെ ശാരീരിക ബുദ്ധിമുട്ട് പരിഗണിച്ചാണ് ഷിൻഡെയുടെ ഓഫീസ് കൂടിക്കാഴ്ചയ്ക്കായി തിരഞ്ഞെടുത്തതെന്ന് NCP നേതാവ് ജയന്ത് പാട്ടീൽ വിശദീകരിച്ചു. വിധാൻ ഭവന്റെ എക്സിറ്റിനടുത്ത് സ്ഥിതി ചെയ്യുന്നതിനാലാണ് പവാറിന് നടക്കാനുള്ള ദൂരം കുറയ്ക്കാൻ ഈ ഓഫീസ് തിരഞ്ഞെടുത്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പവാർ എത്തുമ്പോൾ ഏക്നാഥ് ഷിൻഡെ ഓഫീസിൽ ഉണ്ടായിരുന്നില്ലെന്നും പിന്നീട് വിവരമറിഞ്ഞ് അദ്ദേഹം എത്തുകയായിരുന്നുവെന്നും പാട്ടീൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. മഹാരാഷ്ട്ര കർണാടക അതിർത്തി തർക്കം പരിഹരിക്കുന്നതിനായി സർക്കാർ രൂപീകരിച്ച ഉന്നതാധികാര സമിതി യോഗത്തിൽ പങ്കെടുക്കാനാണ് ശരത് പവാർ നിയമസഭാ സമുച്ചയത്തിലെത്തിയത്. യോഗത്തിനു ശേഷം ഷിൻഡെയുടെ ഓഫീസിൽ വിശ്രമിച്ച പവാറിനെ ഷിൻഡെ നേരിട്ടെത്തി ഷോൾ അണിയിച്ച് സ്വീകരിക്കുകയായിരുന്നു. ഇതൊരു മര്യാദയുടെ ഭാഗമായുള്ള സന്ദർശനം മാത്രമാണെന്ന് ഷിൻഡെ വിഭാഗം ആവർത്തിച്ചു പറയുന്നുണ്ട്. ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ശരത് പവാർ NDA സഖ്യത്തിൽ ചേരുമെന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു. എന്നാൽ ഇത്തരം വാർത്തകൾ പൂർണ്ണമായും തെറ്റാണെന്ന് NCP സംസ്ഥാന അധ്യക്ഷൻ ശശികാന്ത് ഷിൻഡെയും ചൂണ്ടിക്കാട്ടി. NDAയിൽ ചേരുന്നതിനെ കുറിച്ചോ മറ്റൊരു പാർട്ടിയുമായുള്ള ലയനത്തെക്കുറിച്ചോ ഉള്ള റിപ്പോർട്ടുകൾ തള്ളുന്നുണ്ട് നേതാക്കൾ. മഹാരാഷ്ട്ര നിയമസഭാ സമ്മേളനം പുരോഗമിക്കുന്ന പശ്ചാത്തലത്തിൽ നടന്ന ഈ കൂടിക്കാഴ്ചയെ രാഷ്ട്രീയ മര്യാദയുടെയും പാരമ്പര്യത്തിന്റെയും ഭാഗമായിട്ടാണ് മന്ത്രി ഉദയ് സാമന്ത് വിശേഷിപ്പിച്ചത്. എന്തായാലും NCPക്കുള്ളിലെ ഭിന്നസ്വരം ശരത് പവാറിനെ തളർത്തുന്നുണ്ട്. നിലവിൽ അംഗബലവും ആൾബലവും നന്നേ കുറഞ്ഞ അവസ്ഥയിലാണ് NCP പവാർ പക്ഷം നിൽക്കുന്നത്. കോൺഗ്രസിന് മഹാരാഷ്ട്രയിൽ നിലനിൽപ്പുണ്ടെന്ന് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തെളിയിച്ചതാണ്. അതുകൊണ്ട് കോൺഗ്രസിന്റെ സംഘടനാ ശക്തി വിനിയോഗിക്കാമെന്ന ചിന്തയിലാണ് ശരത് പവാർ പക്ഷം നിലയുറപ്പിച്ചത്. എന്നാൽ അവിടെ വിമത നീക്കം കാര്യങ്ങൾ തകിടം മറിക്കുകയാണ്. 3 വർഷം മുമ്പ് പിളർന്ന NCPക്ക് ഇനിയും ഒരു പിളർപ്പ് താങ്ങില്ലെന്ന് മനസ്സിലാക്കിയ ദേശീയ അധ്യക്ഷൻ ശരത് പവാർ കോൺഗ്രസുമായി ലയിക്കാം എന്ന ആലോചനയിൽ നിൽക്കുമ്പോഴാണ് പാർട്ടിക്കുള്ളിൽ കലാപത്തിന്റെ കനലുകൾ എരിഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. 1999-ലാണ് കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് ശരത് പവാർ NCP രൂപീകരിച്ചത്. സോണിയാഗാന്ധി കോൺഗ്രസിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നതിലെ എതിർപ്പായിരുന്നു കാരണം. ദേശീയ തലത്തിൽ NCP ചില ചലനങ്ങൾ സൃഷ്ടിച്ചെങ്കിലും ഒടുവിൽ മഹാരാഷ്ട്രയിൽ മാത്രമായി ഒതുങ്ങിപ്പോയി. എന്നാൽ ഇന്ന് സോണിയയും ശരത് പവാറും ഇന്ത്യ പക്ഷത്തെ ശക്തരായ നേതാക്കളാണ്. രണ്ട് നേതാക്കന്മാർക്കും ഇടയിൽ മഞ്ഞുരുകി കഴിഞ്ഞു. ഇതോടെയാണ് ഒരു പുനർവിചിന്തനത്തിന് പവാർ തയ്യാറാകുന്നത്.